ഏവർക്കും മൺഡേ റൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവിധ തരം പെയിൻറ്റുകളും അവയുടെ ബ്രാൻഡഡ് നെയിം അതിൻ്റെ ഉപയോഗവും എല്ലാവരെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി അലൂമിനിയം പെയിൻറ്റ്, എല്ലാവർക്കും അറിയാം അലൂമിനിയം പെയിൻറ്റ് എന്ന് പറഞ്ഞിരുന്നാൽ. ഈ അലൂമിനിയം പെയിൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അലൂമിനിയം പെയിൻറ്റിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിരുന്നാൽ പ്രതലങ്ങളിൽ ക്രാക്ക്, ബെൻഡ് എന്നിവ ഉണ്ടാകാതിരിക്കുന്നതിന് പ്രൈമിംഗ് കോട്ടായിട്ട് ഉപയോഗിക്കുന്നതും, സ്പിരിറ്റിലോ ഓയിൽ വാർണിഷിലോ അലൂമിനിയം പൗഡർ മിക്സ് ചെയ്ത് അലൂമിനിയം പെയിൻറ്റ് നിർമ്മിക്കുന്നു. അലൂമിനിയം പെയിൻറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രതലം കണ്ടാൽ മെറ്റൽ സർഫസ് ആണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. ഇത് പുരട്ടിക്കഴിഞ്ഞാൽ ഇരുട്ടിൽ പോലും കാണുവാൻ സാധിക്കും. ചൂടിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നു. അയൺ, സ്റ്റീൽ എന്നീ പ്രതലങ്ങളെ മറ്റേതൊരു പെയിൻറ്റിനേക്കാളും കൂടുതൽ തുരുമ്പിക്കലിനെതിരെ പ്രവർത്തിക്കുന്നു. മറ്റ് പെയിൻറ്റുകളെ അപേക്ഷിച്ച് കൂടുതൽ ഏരിയ കവർ ചെയ്യുവാൻ കഴിയുന്നു. പ്രതലത്തിന് നല്ല ആകർഷണത്വം ലഭിക്കുന്നു. ഈർപ്പത്തിൽ നിന്നും താൽക്കാലിക നിവൃത്തി കൈവരുന്നു. കറണ്ടിനെ പിടിച്ചു നിർത്തുവാനുള്ള പ്രത്യേക കഴിവുണ്ട്. ഗ്യാസ് ടാങ്ക്, ഹോട്ട് വാട്ടർ പൈപ്സ്, വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ബ്രിഡ്ജ്, പില്ലർ, ഓയിൽ സ്റ്റോറേജ് ടാങ്ക്സ്, റേഡിയേറ്റർ എന്നിവകൾക്ക് വൻതോതിൽ അലൂമിനിയം പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നു. അടുത്തതായി ആൻറ്റി കൊറോസീവ് പെയിൻറ്റ്. സാധാരണ പെയിൻറ്റിൽ ക്രോമിയം ഓക്സൈഡ്, ലെഡ്, റെഡ് ലെഡ്, സിങ്ക് ക്രോം ഇവയിൽ ഏതെങ്കിലും ഒരു പിഗ്മെൻറ്റ് കൂടി ചേർത്താണ് ആൻറ്റി കൊറോസീവ് പെയിൻറ്റ് നിർമ്മിക്കുന്നത്. ഉണങ്ങുമ്പോൾ സർഫസിൽ കട്ടിയായി ഉറച്ചിരിക്കുന്നതിനാൽ അല്പം പൂഴി മണൽ കൂടി ചേർത്താണ് ആൻറ്റി കൊറോസീവ് പെയിൻറ്റ് നിർമ്മിക്കുന്നത്. ഇതിന് വില വളരെ കുറവാണ് എന്ന് മാത്രമല്ല കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. പ്രതലത്തിന് ഇരുണ്ട ഒരാകർഷണത്വം ലഭിക്കുന്നു. അതാണ് ആൻറ്റി കൊറോസീവ് പെയിൻറ്റിൻ്റെ പ്രത്യേകത. ഇരുമ്പ് പ്രതലങ്ങളിലാണ് കൂടുതലായും ഇത് ഉപയോഗിക്കുന്നത്. അടുത്തതായി ആസ്ബറ്റോസ് പെയിൻ്റാണ്. ആസിഡ് ഗ്യാസുകളും നീരാവിയും തട്ടുന്ന പ്രതലങ്ങളിൽ അതിനുവേണ്ടി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള പെയിൻ്റാണ് ആസ്ബറ്റോസ് പെയിൻറ്റ്. അടുത്തതായി ബിറ്റൂമിനസ് പെയിൻറ്റ്. ബിറ്റൂമിനസ് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ലയിക്കുന്ന ടാർ ഓയിലും കൽമതം പോലെയുള്ള ശിലാതൈലവും ചേർത്താണ്. ഇത് ഒരു പെട്രോളിയം പ്രോഡക്റ്റാണ്. വെള്ളത്തിൽ, പ്രത്യേകിച്ച് കടൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ലോഹപ്രതലങ്ങളിൽ മാത്രമായി അപ്ലൈ ചെയ്യുന്നതിന് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ളതാണ് ബിറ്റൂമിനസ് പെയിൻറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കടൽ വെള്ളത്തിൽ എപ്പോഴും മുങ്ങിക്കിടക്കുന്നതെന്ന് പറഞ്ഞാൽ കപ്പലുകളും ബോട്ടുകളുമാണ്. അവയിലെല്ലാം ബിറ്റൂമിനസ് പെയിൻ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് കൊളോയിഡൽ പെയിൻ്റ് എന്ന് പറയും. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന പെയിൻറ്റുകളിൽ സാധാരണ ഡ്രയറായിട്ട് ചേർക്കുന്ന ഇന്നർട്ട് ഫില്ലർ എന്ന് പറയുന്ന വസ്തു അടങ്ങിയിട്ടില്ലാത്ത പെയിൻറ്റിനെയാണ് കൊളോയിഡൽ പെയിൻറ്റ് എന്ന് പറയുന്നത്. ഉണങ്ങി ഉറപ്പാകുന്നതിന് ധാരാളം സമയം ആവശ്യമാണ്. പ്രതലങ്ങളിലെ ചെറു കുഴികളിൽ ഇറങ്ങി ചെല്ലുകയും ഇളകിപ്പോകാതെ ഇരിക്കുവാനായി അല്പം ഡ്രയർ കൂടി ചേർക്കുകയും ചെയ്താൽ അകവശ ഭിത്തികൾക്ക് ഏറ്റവും ഉത്തമമാണ് കൊളോയിഡൽ പെയിൻറ്റ്. ഇത് ചിലവ് കുറഞ്ഞ തരത്തിൽ വീടുകളിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ കൊളോയിഡൽ പെയിൻറ്റ് വാങ്ങി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് ഗ്രാഫൈറ്റ് പെയിൻറ്റ്. ഗ്രാഫൈറ്റ് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ അമോണിയ, ക്ലോറിൻ, സൾഫർ തുടങ്ങിയ വാതകങ്ങളുമായി സമ്പർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരുമ്പ് പ്രതലങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതിനായി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള പെയിൻറ്റിനെയാണ് ഗ്രാഫൈറ്റ് പെയിൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് ഒരു ഇരുണ്ട നിറമാണ്. ഭൂമിക്കടിയിലുള്ള റെയിൽ പാളങ്ങളിലും മറ്റും ഇത് അപ്ലൈ ചെയ്യുന്നു. അടുത്തതായി ലൂമിനസ് പെയിൻറ്റ്. ലൂമിനസ് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ കാൽസ്യം സൾഫേറ്റും വാർണിഷും കൂടി ചേർത്താണ് ഈ ലൂമിനസ് പെയിൻറ്റ് നിർമ്മിക്കുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്ന പ്രതലങ്ങൾ നല്ല തിളക്കമുള്ളവയാകും. വാച്ചിൻ്റെ ഡയലുകളിലും ഇരുട്ടിൽ തെളിഞ്ഞു കാണുന്ന റോഡ് സിഗ്നലുകളിലും റോഡിൽ വരച്ചിട്ടുള്ള സിഗ്നൽ ലൈനുകളും ഈ പെയിൻറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ രാത്രി കാലങ്ങളിൽ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ കാണാം ഈ ലൂമിനസ് പെയിൻറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്ന സൈൻ ബോർഡുകൾ ധാരാളം നമുക്ക് റോഡിൽ കാണാൻ പറ്റും. ഇത്തരം പെയിൻറ്റുകൾ ലൂമിനസ് പെയിൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഓയിൽ പെയിൻറ്റ്. സാധാരണ പെയിൻറ്റിനെ ഓയിൽ പെയിൻറ്റ് എന്നാണ് അറിയുന്നത്. വിവിധ അനുപാതത്തിൽ 3 കോട്ട് പെയിൻറ്റ് പുരട്ടിയാൽ മാത്രമേ പ്രതലം പൂർണ്ണമായും ഫിനിഷ് ആകുകയുള്ളൂ. അതായത് ആ 3 കോട്ടെന്ന് പറയുന്നത് 1 പ്രൈമിംഗ് കോട്ട്, 2 അണ്ടർ കോട്ട്, 3 ഫിനിഷിംഗ് കോട്ട്, അങ്ങനെ 3 കോട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം ആ ഇനാമിൽ പെയിൻറ്റിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. അതായത് മാറ്റുണ്ട്, ഫിനിഷുണ്ട്,
ഗ്ലോസി ഉണ്ട്, സെമി ഗ്ലോസി ഉണ്ട്, ഫുൾ ഗ്ലോസി ഉണ്ട്. അങ്ങനെ വിവിധ തരം പെയിൻറ്റ് ആ ഓയിൽ പെയിൻറ്റിൽ, അത് ഇനാമൽ പെയിൻറ്റിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ആവശ്യം, നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ ആവശ്യം തിളക്കം വേണമോ അതോ മാറ്റായിട്ടിരുന്നാൽ മതിയോ അതോ സെമി ഗ്ലോസി മതിയോ എന്ന് നമുക്ക് അതിൻ്റെ സന്ദർഭോചിതമായി സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതായി സിലിക്കേറ്റ് പെയിൻറ്റ്. സിലിക്കേറ്റ് പെയിൻറ്റ് എന്ന് പറഞ്ഞിരുന്ന ചുണ്ണാമ്പും സിലിക്കേറ്റും കുന്തിരിക്കവും കൂടി പൊടിച്ച് ചേർത്തുണ്ടാക്കുന്ന കൂട്ടുമിശ്രിതത്തിലാണ് സിലിക്കേറ്റ് പെയിൻറ്റ് നിർമ്മിക്കുന്നത്. ഇത് ഉണങ്ങി കട്ടിയായി കഴിഞ്ഞാൽ നല്ല കടുപ്പവും കൂടുതൽ കാലം നിലനിൽക്കുകയും ചൂടിനെ തടയുവാനുള്ള പ്രത്യേകം കഴിവും ആൽക്കലികളുമായോ കെമിക്കലുകളുമായോ യാതൊരു പ്രതിപ്രവർത്തനവും ഇല്ലാത്തതുമാകുന്നു. ഉണങ്ങുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ സിലിക്കേറ്റ് ഡ്രയർ തന്നെ ചേർത്തതുമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇഷ്ടികകളിലും സിമൻറ്റ് പ്രതലങ്ങളിലും നേരിട്ട് പുരട്ടുന്നതിനും അതിനു മുമ്പായി പ്രതലം നനച്ചിരിക്കേണ്ടതുമാണ്. അപ്പം നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാത്ത പ്രതലങ്ങൾ ഇഷ്ടിക കൊണ്ട് മാത്രം ചെയ്തിട്ടുള്ള ചില പ്രത്യേകതരം ബിൽഡിങ്ങുകളുണ്ട്. അത്തരം ബിൽഡിങ്ങുകളിലെല്ലാം സിലിക്കേറ്റ് പെയിൻ്റാണ് പുരട്ടുന്നത്. നല്ല വാർണിഷ് പുരട്ടിയതുപോലെ എപ്പോഴും നല്ല മിനുസമുള്ളതായിട്ട് ഇരിക്കുകയും ചെയ്യും. അത് അടർന്ന് പൊഴിഞ്ഞു പോവുകയുമില്ല. അപ്പം അതിനുവേണ്ടി സിലിക്കേറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനെ ഉപയോഗിച്ചിട്ടുള്ള ബ്രഷും മറ്റു സാധനങ്ങളും എല്ലാം കഴുകി മാറ്റിയില്ലെങ്കിൽ പിന്നെ ആ സാധനം ഒന്നും ഉപയോഗിക്കാൻ കൊള്ളില്ല. അത് ഭയങ്കര കട്ടിയായി പോകും എന്നുള്ളത് കൊണ്ടാണ്. അടുത്തത് സിന്തറ്റിക് റബ്ബർ പെയിൻറ്റ്. ഇത് ജലച്ചോർച്ചയെ തടയുന്നതിന് മഴയിൽ പോലും അരികയുമില്ല. ജലച്ചോർച്ചയെ തടയുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ടാങ്കുകൾ, അക്വേറിയങ്ങൾ അങ്ങനെ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലും ടാങ്കുകളിൽ വെള്ളം നിറച്ച് വച്ചിരിക്കുന്ന ടാങ്കുകളുടെ അകവശങ്ങളിലും എല്ലാം ചോർച്ച തടയുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പെയിൻറ്റിനാണ് സിന്തറ്റിക് റബ്ബർ പെയിൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇത് പുരട്ടിക്കഴിഞ്ഞാൽ പ്രതലങ്ങളിൽ എല്ലായിടത്തും ഒരു ഏകീകൃത നിറം ആയിട്ട് വരും. നല്ല ചൂട് സമയത്ത് ചെറിയ തോതിൽ വഴങ്ങുന്നു. സിന്തറ്റിക് റബ്ബർ പെയിൻറ്റ് പുരട്ടുന്ന പ്രതലം പൂർണ്ണമായും ഉണങ്ങുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിന് വിലയും വളരെ കുറവാണ്. കൂടുതൽ ഏറിയ കവർ ചെയ്യുകയും ചെയ്യും. അടുത്തത് പ്ലാസ്റ്റിക് പെയിൻറ്റുകൾ. പ്ലാസ്റ്റിക് പെയിൻറ്റുകൾ എന്ന് പറഞ്ഞിരുന്നാൽ വാൾ സർഫസിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ്. വിവിധ തരം പ്ലാസ്റ്റിക്കുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ബ്രഷ് കൊണ്ട് സ്പ്രേ ഗൺ ഉപയോഗിച്ചും ഈ പ്ലാസ്റ്റിക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നല്ല ആകർഷണത്വവും ആർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നിറത്തിലും ധാരാളം ഷെയ്ഡുകളിൽ ഇത് വാങ്ങാൻ കിട്ടും. ഇതിന് പല പല പേരുകളാണ്. അതിന് അക്രിലിക് എമൾഷൻ എന്നും പ്ലാസ്റ്റിക് എമൾഷൻ എന്നും ഇൻറ്റീരിയർ എമൾഷൻ എന്നും എക്സ്റ്റീരിയർ എമൾഷൻ എന്നും ഒക്കെ പല പല പേരുകളിൽ ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇതിനെക്കുറിച്ചൊരു പ്രത്യേകം തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. അത് പ്രത്യേകമായി ഒരു വീഡിയോ താമസിയാതെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അടുത്തത് എമൾഷൻ പെയിൻറ്റുകൾ വാങ്ങുന്ന അതും വീടുകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് എമൾഷൻ പെയിൻറ്റ്. ഇതും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ധാരാളം പേരുകളിൽ മാർക്കറ്റിൽ ധാരാളം കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഈ പെയിൻറ്റുകളുടെ എല്ലാം അതിൻ്റെ പ്രത്യേകത, എമൾഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വെള്ളമാണ് അതിൻ്റെ തിന്നറായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് ആ പ്രതലം കഴുകി വൃത്തിയാക്കുവാൻ കഴിയും. പക്ഷേ പെയിൻറ്റ് ഇളകി പോവുകയില്ല. അതാണ്. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വെള്ളം ഒഴിച്ചാൽ അത് ഒരു കാരണവശാലും ഇളകി പോകുന്നില്ല എന്നുള്ളതാണ് എമൾഷൻ പെയിൻറ്റിൻ്റെ പ്രത്യേകത. അത് എപ്പോഴും നനയുന്ന പ്രതലങ്ങളിലെല്ലാം, ചീതമടിച്ച് ഈർപ്പം തങ്ങി നിൽക്കുന്ന പ്രതലങ്ങളിലെല്ലാം എമൾഷൻ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഉണക്കിയെടുക്കുന്നതാണ് നല്ലത്. കാരണം വെള്ളത്തിന് അല്പം പോലും സ്വീകരിക്കുകയില്ല എന്നുള്ളത് കൊണ്ട്. പിന്നെ സിമൻറ്റ് പെയിൻറ്റ് എന്ന് പറഞ്ഞിരുന്നാൽ ഇത് പ്രധാനമായും അതിൻ്റെ പ്രധാന ഘടകവസ്തു വൈറ്റ് സിമൻറ്റാണ്. അതാണ് സിമൻറ്റ് പെയിൻറ്റ് എന്നറിയപ്പെടുന്നത്. ഈ വൈറ്റ് സിമൻറ്റ് ചേർത്ത് അതിൽ കളറിങ് പിഗ്മെൻറ്റും മറ്റ് ഘടകവസ്തുക്കളും കൂടെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സിമൻറ്റ് പെയിൻറ്റ് എന്ന് പറയുന്നത്. ഇത് പൗഡർ രൂപത്തിലും കിട്ടും, പേസ്റ്റ് രൂപത്തിലും ലഭിക്കുന്നതാണ്. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി എമൾഷൻ പെയിൻറ്റിനെ കുറിച്ചും അതൊരു പ്രത്യേക തന്നെ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ പെയിൻറ്റ് ചെയ്തിരുന്നാൽ ഉണ്ടാകുന്ന ന്യൂനതകളും അവയുടെ പരിഹാര മാർഗങ്ങളും എല്ലാം ഓരോ വീഡിയോയിലും പ്രതിപാദിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ദയവായി ഇത് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും
താല്പര്യപ്പെടുന്നു. താങ്ക് യു.